മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സിവിൽ സർവീസ് കേരള PSC പരീക്ഷകളിലൊക്കെ ഇവിടെ നിന്നും റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മുൻകാലത്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ടെക്നിക്കൽ ആയ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള പോയിന്റുകൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ വേണ്ടുന്ന ലെവൽ ഓഫ് നോളജ്, അറിവ് അക്വയർ ചെയ്യാൻ പറ്റുക. അറിവാണ് ആയുധം, അല്ലെ? KS പരീക്ഷയൊക്കെ വിളിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു ലെവൽ ഓഫ് സ്റ്റഡീസ് ആണ് നമുക്ക് അവിടെ ആവശ്യം. ഇപ്പോൾ എമർജൻസി അല്ലെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സിലബസിൽ കോമൺ ആയി കാണുന്നതാണ്. സിവിൽ സർവീസിന്റെ ആയിക്കോട്ടെ, കേരള PSCയുടെ ആയിക്കോട്ടെ, എല്ലാ സിലബസിലും കോമൺ ആയിട്ടുണ്ട്. ഈ ടോപ്പിക്കിൽ നമ്മൾ സമഗ്രമായൊരു വീഡിയോ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാലും പ്രസിഡന്റ്സ് റൂൾ അല്ലെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് എമർജൻസി ആണ്. അതിൽ കുറച്ച് അഡീഷണൽ ഫാക്ടുകൾ വന്നതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടോപ്പിക് സമഗ്രമായി ഡിസ്കസ് ചെയ്യാണ്. ഇതിനപ്പുറം ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്, നാഷണൽ എമർജൻസി ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കുക. അഭിമാനത്തോടുകൂടി പറയാം, ഇതുവരെ PSCയിലും UPSCയിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെയാണ്, എമർജൻസി എന്ന ടോപ്പിക്കിൽ നിന്നും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ദയവായി ടെലിഗ്രാം ഫാമിലിയിലെ ഈ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായി ഉപകാരപ്പെടും. അത്ര റിസർച്ച് ബേസ് ചെയ്ത് കുറേ പുതിയ പോയിന്റുകൾ ആഡ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എമർജൻസി, അടിയന്തരാവസ്ഥ, അല്ലെ? 3 തരത്തിലുള്ള എമർജൻസികളാണ് ഉള്ളത്. ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥയുണ്ട്, മറ്റൊന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ടൈപ്പ് എമർജൻസിയാണ്. അതാണ് പ്രസിഡന്റ്സ് റൂൾ, സ്റ്റേറ്റ് എമർജൻസി എന്നൊക്കെ നമ്മൾ പറയും. അപ്പം ഇതിന്റെ ഒരു ബേസിക് കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അല്ലെങ്കിൽ പൊളിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെടുത്തി വേണം പഠിക്കാൻ. ഹിസ്റ്ററിയുമായി ലിങ്ക് ചെയ്ത് പഠിക്കണം. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ ഈ എമർജൻസി പ്രഖ്യാപിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ, അല്ലെ? ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടെ ഒരു നിയമസഭയുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായിട്ട് ഒരുപക്ഷെ എന്തെങ്കിലും ഉടക്ക് വരികയാണെങ്കിൽ പലപ്പോഴും കേന്ദ്ര സർക്കാർ ഈ ഒരു പവർ മിസ്യൂസ് ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരും. ബിക്കോസ് പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പിന്നെ ഒരു പവറും ഇല്ല. എല്ലാ പവറും പ്രസിഡന്റിന്റെ കൈകളിലായിരിക്കും, കേന്ദ്രത്തിന്റെ കൈകളിലായിരിക്കും. നമ്മളത് കണ്ടിട്ടുണ്ട്. 1977 മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഏകദേശം 9ഓളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. മൊറാർജി ദേശായിക്ക് ആ പാർട്ടി ഇഷ്ടമല്ല. അതുകൊണ്ട് മൊറാർജി ദേശായി എന്ത് ചെയ്തു? ആ 9 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു. എതിർ ചേരിയിലുള്ള പാർട്ടിയെ നേരിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക് ആണത്. പിന്നീട് ഇന്ദിരാഗാന്ധി അധികാരത്തിലേറിയപ്പോഴും സെയിം പരിപാടിയാണ് ചെയ്തത്. കാര്യം ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് ഇതര പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ്സ് റൂൾ അങ്ങ് ഡിക്ലെയർ ചെയ്തു. പക്ഷെ ഇപ്രാവശ്യം മണിപ്പൂരിൽ ഡിക്ലെയർ ചെയ്ത പ്രസിഡന്റ്സ് റൂളിന് ഒരു സവിശേഷതയുണ്ട്. കേന്ദ്രത്തിലും ഭരിക്കുന്നത് BJP ആണ്, മണിപ്പൂരിലും ഭരിച്ചിരുന്നത് BJP ആണ്. BJP ചീഫ് മിനിസ്റ്റർ ആണ് ഇപ്പോൾ രാജിവെച്ചത്. ആ കോണ്ടെക്സ്റ്റിലാണ് മണിപ്പൂരിൽ എന്ത് ചെയ്തിട്ടുള്ളത്? രാഷ്ട്രപതി ഭരണം ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രപതി ഭരണം എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമേ കുറച്ച് ബേസിക് റാങ്ക് ഫയൽ ഫാക്ടുകൾ പഠിച്ചിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാക്ടുകൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RTI ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ. അതിന് ഉത്തർപ്രദേശ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ മണിപ്പൂരിൽ പ്രഖ്യാപിച്ചത് കൊണ്ട് മണിപ്പൂരാണ് ഇപ്പോൾ ടോപ്പ് 1ൽ നിൽക്കുന്നത്. 11 പ്രാവശ്യമാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സോ ഇപ്രാവശ്യത്തേതും കൂടെ കൂട്ടി 11 തവണ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മണിപ്പൂരാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണത്തിന് അണ്ടറിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്. രണ്ടാമത്തെ സ്ഥാനമാണ് ഉത്തർപ്രദേശിന്. സെക്കൻഡ് പ്ലേസ് ആണ് ഉത്തർപ്രദേശിന്. 10 തവണയാണ് ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ മറ്റൊരു ചോദ്യം, ഏറ്റവും ആദ്യം രാഷ്ട്രപതി ഭരണം എവിടെയാണ് ഇമ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അത് പഞ്ചാബിലാണ്, പഞ്ചാബ്. പക്ഷെ ഇപ്രാവശ്യം രാഷ്ട്രപതി ഭരണം ഇമ്പോസ് ചെയ്തപ്പോൾ പത്രങ്ങളിലൊക്കെ കത്തി നിൽക്കുന്ന കീവേഡ് ഉണ്ട്, സസ്പെൻഡഡ് അനിമേഷൻ. നമുക്ക് ചോദ്യം വരാൻ പോകുന്നത് ഇങ്ങനെയാണ്, എന്താണ് സസ്പെൻഡഡ് അനിമേഷൻ?
വാട്ട് ഈസ് മീൻ ബൈ സസ്പെൻഡ് അനിമേഷൻ വെൻ ഇറ്റ് കംസ് ടു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ? സംസ്ഥാന നിയമസഭകളെ സംബന്ധിച്ച് എന്താണ് സസ്പെൻഡ് അനിമേഷൻ? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. സസ്പെൻഡ് അനിമേഷൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളോക്കിയിൽ പറയുമല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ജീവിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ചത്തതിന് തുല്യമാണ്. അപ്പം അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അവസ്ഥയാണത്. ഈ ക്ലാസ് ഫുൾ കേട്ട് കഴിയുമ്പോൾ എന്താണ് സസ്പെൻഡ് അനിമേഷൻ എന്നും ഇവിടുന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്കും എത്താൻ സാധിക്കും, അല്ലെ? സോ പ്രസിഡൻസ് റൂൾ ആദ്യമായി ഇമ്പോസ് ചെയ്യുന്നത് പഞ്ചാബിലാണെന്നുള്ളത് മറക്കില്ല. 1951 ഇനി നമുക്ക് ഇപ്പോഴുള്ള കോണ്ടെക്സ്റ്റിലേക്ക് വരാം. മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? ഭയങ്കരമായിട്ടുള്ള വംശീയ വിദ്വേഷവും അതിന്റെ ഭാഗമായിട്ടുള്ള ലഹളയും ധാരാളം ആൾക്കാർക്ക് ജീവനം നഷ്ടപ്പെട്ടു, അല്ലെ? വളരെ വേദന ഉളവാക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് നടന്നത്. ഇന്റർണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ വളരെ പ്രശ്നമാണ് മണിപ്പൂർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തില് ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിന് ആ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ അവസരത്തിലാണ് പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇമ്പോസ് ചെയ്യാനുള്ള കാരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഒരു ഫാക്ട് കൂടെ നമുക്ക് പറയാം. പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണത്തിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി ബിക്കോസ് ഒരു സംസ്ഥാനത്തിലാണല്ലോ ഇമ്പോസ് ചെയ്യുന്നത്, അങ്ങനെ ഓർത്തിരുന്നാലും മതി. ഇതിന്റെ മറ്റൊരു പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ബിക്കോസ് ഒരു സംസ്ഥാനത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി തകരുമ്പോൾ ഈ പ്രസിഡൻസ് റൂൾ നമ്മളവിടെ ഇമ്പോസ് ചെയ്യും. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി നമ്മൾ വിളിക്കുന്നത്. അപ്പൊ 3 പേരുണ്ട്, കുമ്പിടി 3 പേര് ഒരൊറ്റ ഐറ്റമാണ്. പ്രസിഡൻസ് റൂളും സ്റ്റേറ്റ് എമർജൻസിയും കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസിയും ഒരൊറ്റ അർത്ഥമുള്ളതെന്നുള്ളവരെ ഓർക്കാം. ഇനി നമുക്കിവിടെ ഒരു 3 ആർട്ടിക്കിൾ ചർച്ച ചെയ്തുകൊണ്ട് വേണം ഈ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് പഠിക്കാൻ. നമുക്ക് UPSC പല പരീക്ഷകൾ നമ്മൾക്ക് കണ്ടിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 355. PSC ഇത് എന്തായാലും ചോദിക്കും. അതുപോലെ തന്നെ 356. ഇതെല്ലാവർക്കും അറിയാം. പ്രസിഡൻസ് റൂളിന്റെ ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ 356 ആണ്, അല്ലെ? ഈ 6 തിരിച്ചിട്ട് കഴിഞ്ഞാൽ P ആവും. അപ്പൊ പ്രസിഡൻസ് റൂൾ അങ്ങനെ ഓർത്തിരിക്കാം. മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ട്, ഈ 5 വാരം തിരിച്ചിടുമ്പോൾ എന്താവും? 365 ആവും. ഈ 356 ഇപ്പം ചോദിച്ച് മടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് 355 നിന്ന് 365 നിന്നുമാണ്. നമുക്ക് ഈ ഓരോ ആർട്ടിക്കിളും കീറി മുറിച്ച് പരിശോധിക്കാം. ഈ ആർട്ടിക്കിൾ 355 ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിന്, ഒരു സ്റ്റേറ്റിനെ അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ ഉള്ള ഡിസ്റ്റർബൻസസ്, അപകടങ്ങൾ, അഗ്രഷൻസ്, അതിൽ നിന്നും സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാ? സെൻട്രൽ ഗവൺമെന്റിന്റെ. ഉദാഹരണത്തിന് നാളെ പാകിസ്ഥാൻ കേരളത്തിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനല്ല, കേന്ദ്ര സർക്കാരിന്. കാരണം സംസ്ഥാന സർക്കാരിനെ പട്ടാളമില്ല, കേന്ദ്ര സർക്കാരിനെ പട്ടാളമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്തിനെ അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുള്ള എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇപ്പൊ മണിപ്പൂർ നടന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മണിപ്പൂരിന്റെ ഉള്ളിൽ തന്നെ ആൾക്കാർ പരസ്പരം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്നും ആ സർക്കാരിനെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനാണ്. അതുകൊണ്ട് കേന്ദ്രം അവിടുത്തെ ഭരണം പിടിച്ചെടുത്ത് അവിടെ ഭരണം നടത്തും. ഇതാണ് ഒരു പോയിന്റ്. 355 രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഓരോ സംസ്ഥാന സർക്കാരും കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി കേന്ദ്ര സർക്കാരിനാണ്. ഉദാഹരണത്തിന് നാളെ തമിഴ്നാട് സർക്കാരിന് വന്നിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പൊ കേരളം കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായി നാളെ തൊട്ട് കേരളത്തിൽ ആർക്കും സംവരണം, റിസർവേഷൻ കൊടുക്കുന്നില്ല എന്നൊരു നിയമം പാസ്സാക്കാൻ കേരള സർക്കാരിന് ഒക്കത്തില്ല. ബിക്കോസ് റിസർവേഷൻ എന്ന് പറയുന്നതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നാളെ മുതൽ തമിഴ്നാട്ടിൽ പഞ്ചായത്തുകൾ എല്ലാം പിരിച്ചുവിടാൻ പോവുകയാണ് എന്നങ്ങനെ തമിഴ്നാട് ഗവൺമെന്റ് അങ്ങനെ പറയാൻ ഒക്കത്തില്ല. ബിക്കോസ് പഞ്ചായത്തുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ സംസ്ഥാന സർക്കാരുകൾ മുതിർന്നാൽ അതിനെ തടയാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. അതാണ് 355 പറയുന്നത്. സോ അകത്തു നിന്നോ പുറത്തു നിന്നോ ഉള്ള ത്രെറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണുള്ളത്. അതാണ് 355 പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ രാഷ്ട്രപതി ഭരണം ഇമ്പോസ് ചെയ്യും. അതുപോലെ തന്നെയാണ് 356 നമ്മൾ പറഞ്ഞത്. ഇതാണ് 356 ആണ് പ്രസിഡൻസ് റൂളിന്റെ ബേസിക് ആർട്ടിക്കിൾ. ഈ 356 കുറച്ച് അപകടം പിടിച്ചൊരു ആർട്ടിക്കിളാണ്. കാര്യം ഏതെല്ലാം സാഹചര്യത്തിലാണ് പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് കൃത്യമായിട്ടും പറയുന്നില്ല.
അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് തോന്നുമ്പോൾ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാൻ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് 356 പറഞ്ഞൊരു കാര്യം അതാണ്. ഒരു സംസ്ഥാനത്തിലെ ഗവർണർ, സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവനാണല്ലോ ഗവർണർ, ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറിന് തോന്നുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫെയില്യൂർ ആയി, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തകർന്നു, ആ സംസ്ഥാനം കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നതെന്ന് ആ സ്റ്റേറ്റിലെ ഗവർണറിനെ ബോധ്യപ്പെടുകയാണെങ്കിൽ ഗവർണറിന് എന്ത് ചെയ്യാം? പ്രസിഡന്റിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം, ആ സംസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പോയി പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാനായിട്ട് ഗവർണർക്ക് പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യാം. പ്രസിഡന്റിന് അങ്ങനെ പ്രസിഡൻസ് റൂൾ ഒരു സംസ്ഥാനത്തിൽ ഇമ്പോസ് ചെയ്യാം. ഇവിടെ മറ്റൊരു ഇഷ്യൂ ഉണ്ട്. ഗവർണറിന്റെ റിപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും, ഗവർണറിന്റെ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ പോലും പ്രസിഡന്റിന് തോന്നുകയാണ് ഒരു സംസ്ഥാനം പ്രശ്നത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കാൻ തോന്നുകയാണെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാം? അവിടെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാം. സോ ഗവർണറിന്റെ റിപ്പോർട്ട്, റെക്കമെൻഡേഷൻ നിർബന്ധമുള്ള ഒരു കാര്യമല്ല, പ്രസിഡന്റിന് സാറ്റിസ്ഫാക്ഷൻ വന്നാൽ മതി. ദാറ്റ് പ്രസിഡന്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് എ സ്റ്റേറ്റ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ മെഷർ ഇൻ എ സ്റ്റേറ്റ് ഈസ് ഫെയിൽഡ്, അപ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യാം? അവിടെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാം. അതാണ് 356 പറയുന്നത്. ഇവിടെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയോ? ആർട്ടിക്കിൾ 356 doesn't list various circumstances under which president's rule can be imposed. അത് സത്യമാണ്. ആർട്ടിക്കിൾ 356 ഇങ്ങനെ വേഗമായിട്ട് പറയുന്നേ ഉള്ളൂ, പ്രസിഡന്റ് സാറ്റിസ്ഫൈഡ് ആയാൽ മതി, അവിടെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞേ ഉള്ളൂ. അതായത് ഗവൺമെന്റ് ഓഫ് എ സ്റ്റേറ്റ് കനോട്ട് ബി ക്യാരിഡ് ഔട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രസിഡന്റിന് തോന്നുകയാണെങ്കിൽ, അയ്യോ ആ സംസ്ഥാനത്തിൽ അവർ ഗവൺമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പ്രസിഡന്റിന് ബോധ്യപ്പെടുകയാണെങ്കിൽ, അത് എന്ത് സർക്കംസ്റ്റാൻസ് ആണെങ്കിലും പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾക്ക് ഇമ്പോസ് ചെയ്യാവൂ എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു പവറാണ് പ്രസിഡന്റ് ഉള്ളത്. ഇവിടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, യഥാർത്ഥത്തിൽ പ്രസിഡന്റ് അല്ല, പ്രൈം മിനിസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം, പ്രൈം മിനിസ്റ്ററിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പ്രസിഡന്റിന് ഈ കാര്യത്തിൽ ചെറുവിരൽ അനക്കാൻ സാധിക്കൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ അതാണ് 356 പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ 356 കൃത്യമായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഒന്നും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ആർട്ടിക്കിൾ ആണ് ഈ 56 തിരിച്ചിട്ട് എന്തായി 65, 365. ഇവിടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ചില ഡയറക്ഷൻസ്, ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയും. സംസ്ഥാന സർക്കാർ ആ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാം? അവിടെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യാം. ചില കണ്ടീഷൻസും ക്ലാരിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഇത് വരുന്നുണ്ട് കേട്ടോ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനകത്ത് ഇതിനെപ്പറ്റി നമുക്ക് ഡീപ്പായിട്ട് അപ്പം പഠിക്കാം. തൽക്കാലം ഇത്ര കേട്ടിരുന്നാൽ മതി. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ചില ഡയറക്ഷൻസ്, ഉത്തരവുകൾ കൊടുക്കും. സംസ്ഥാന സർക്കാർ അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പ്രസിഡൻസ് റൂൾ കേന്ദ്ര സർക്കാർ ഇമ്പോസ് ചെയ്യാം. അപ്പൊ ആർട്ടിക്കിൾ 355 കണ്ടു, 356 കണ്ടു, 365 കണ്ടു. ഈ 3 ആർട്ടിക്കിൾസിന്റെയും ബലത്തിലാണ് പ്രസിഡൻസ് റൂൾ ഒരു സംസ്ഥാനത്ത് ഇമ്പോസ് ചെയ്തത്. ഇനി നമുക്ക് 3 ഡയമെൻഷൻസ് കൂടെ പഠിച്ചാൽ ഈ ടോപ്പിക് തീർന്നു. ഒന്നാമത്തെ ഡയമെൻഷൻ, പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർലമെന്റ് അപ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുക, റിവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രസിഡൻസ് റൂൾ. മൂന്നാമത്തെ പോയിന്റ്, പ്രസിഡൻസ് റൂളിന്റെ ഇമ്പാക്ട്. ഇപ്പൊ പണ്ട് സിവിൽ സർവീസിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഒരിടത്ത് പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭ ഓട്ടോമാറ്റിക്കായി പിരിച്ചുവിടും എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഓട്ടോമാറ്റിക്കായി പിരിച്ചുവിടത്തില്ല. അപ്പൊ അത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ പ്രസിഡൻസ് റൂൾ ഒരു സംസ്ഥാനത്തിൽ ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ഡയമെൻഷൻ നോക്കാം. പ്രസിഡന്റ് ചാടിക്കേറി പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്തു, പക്ഷെ പാർലമെന്റിന്റെ അംഗീകാരം ഇല്ലെന്നുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് every order of president which imposes president's rule shall be ratified by both houses within 2 months from the date of issue. പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്യുന്നു, അതിനുശേഷം പ്രസിഡന്റ് അത് എന്ത് ചെയ്യണം? ലോക്സഭയുടെയും രാജ്യസഭയുടെയും മുമ്പിൽ പ്രസന്റ് ചെയ്യണം. ഈ 2 ഹൗസുകളും ഇതിനെ സപ്പോർട്ട് ചെയ്താൽ, റാറ്റിഫൈ ചെയ്താൽ മാത്രമേ പിന്നീട് അത് അങ്ങോട്ട് നിലനിൽക്കുള്ളൂ. അങ്ങനെ നിലനിന്നാലും മാക്സിമം 6 മാസം വരെ അതിന് കാലാവധിയുള്ളൂ. 6 മാസം കഴിഞ്ഞാലോ ഒന്നും കൂടെ പുതുക്കണം. നമ്മൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നതല്ല, ഇത്ര മാസം കഴിയുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് പുതുക്കിക്കൊണ്ടിരിക്കണ്ടേ? അതുപോലെയാണ് ഇതിന്റെ കാര്യം. അപ്രൂവ് ചെയ്താൽ 6 മാസം വരെ പോകും. പിന്നെയും കുറച്ച് കാലം കൂടെ 6 മാസം എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെയിം പ്രോസസ്സിൽ കൂടെ ഈ അപ്രൂവൽ പോയിക്കൊണ്ടിരിക്കണം. പാർലമെന്റ് അപ്രൂവ് ചെയ്യണം. അങ്ങനെ മാക്സ് ടു മാക്സിമം
3 വർഷം വരെ മാത്രമാണ് പ്രസിഡൻസ് റൂൾ ഒരു സംഭവം അല്ലെ ഒരു സംസ്ഥാനത്തിൽ നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് സിമ്പിൾ മെജോറിറ്റി മതി. പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് പാസ്സാക്കിയാൽ മതി ഈ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിലും ചുമ്മാ കാര്യം കണ്ടിന്യൂ ചെയ്യാൻ നോക്കത്തില്ല. 2 കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം. ഒന്നുകിൽ നാഷണൽ എമർജൻസി, ഇന്ത്യയിൽ മുഴുവൻ നാഷണൽ എമർജൻസി നിലനിൽക്കുന്ന സമയമായിരിക്കണം. അപ്പം പിന്നെ ഒരു സംസ്ഥാനത്തിലെ മാത്രം പ്രസിഡൻസ് റൂൾ എടുത്ത് മാറ്റുന്നത് ശരിയാവത്തില്ലല്ലോ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ സർട്ടിഫൈ ചെയ്യണം. ആ സംസ്ഥാനത്തിൽ ഇനി ഇലക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ പണിയാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ നടത്താനുള്ള സാഹചര്യം ആ സംസ്ഥാനത്തിലില്ല. ഇപ്പൊ ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വയലൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതാണ് പ്രസിഡൻസ് റൂളിന്റെ അപ്രൂവലും കണ്ടിന്യൂവേഷൻ നമ്മൾ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യം. ഇവിടെ നിങ്ങൾ ഇതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത് നാഷണൽ എമർജൻസിയുടെ കാര്യത്തിലും ഫിനാൻഷ്യൽ എമർജൻസിയുടെ കാര്യത്തിലാണ്. അവിടെ അപ്രൂവൽ എത്ര മാസം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ അപ്രൂവൽ എത്ര മാസം കൂടുമ്പോഴാണ് റിന്യൂ ചെയ്യാൻ പറ്റുക, ഫിനാൻഷ്യൽ എമർജൻസി എത്ര നാൾ കൂടുമ്പോഴാണ് റിന്യൂ ചെയ്യാൻ പറ്റുമോ, അതോ റിന്യൂവിന്റെ കാര്യമുണ്ടോ, അതൊക്കെ മറ്റേ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി കിട്ടും. കൃത്യമായിട്ട് അത് ക്ലിയർ കട്ട് ആയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. സോ ഇത് കണ്ടിട്ട് നമ്മുടെ എമർജൻസിയുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് അപ്രൂവൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡൻസ് റൂൾ ഒരു സ്ഥലത്ത് ഇതുപോലെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ഗവർണറുടെയും തന്നെ എല്ലാ പവറും എല്ലാ ഫങ്ഷൻസും പിടിച്ചെടുക്കാൻ സാധിക്കും. പൊതുവെ ഗവർണർ എന്ന് പറയുമ്പോൾ പ്രസിഡന്റിന്റെ അടുത്ത ആളാണ്. അതുകൊണ്ട് ഗവർണറെ പ്രസിഡന്റ് തൊടാറില്ല. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് ഒക്കെ പ്രസിഡന്റ് എടുക്കും. എന്നിട്ട് ഗവർണർ മുഖാന്തരമായിരിക്കും സ്റ്റേറ്റിനെ ഭരിക്കുക. അതല്ലെങ്കിൽ ഗവർണറിന്റെ പവറും പ്രസിഡന്റ് ഏറ്റെടുത്തിട്ട് പ്രസിഡന്റ് നേരിട്ട് ഇറങ്ങി അങ്ങ് ഭരിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭയുടെ പവറും പാർലമെന്റിനെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷേ എന്തൊക്കെ ചെയ്താലും കോടതിയെ തൊട്ട് കളിക്കാൻ ഒക്കത്തില്ല, ഹൈക്കോർട്ടിനെ തൊട്ട് കളിക്കാൻ ഒക്കത്തില്ല. കോടതിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചു എന്ന് പറയുന്ന പോലെ. കാരണം ഇന്ത്യയിൽ ജുഡീഷ്യറിക്ക് അത്ര ഒരു എമിനന്റ് പൊസിഷൻ ആണുള്ളത്. ഇറ്റ് ഡസന്റ് ഇമ്പാക്ട് ദ ഫംഗ്ഷൻ ഓഫ് ഹൈക്കോർട്ട്. ഇപ്പം നാഷണൽ എമർജൻസി ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ എമർജൻസി ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ എമർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജഡ്ജിമാരുടെ ശമ്പളത്തിനെ അത് ബാധിക്കും, എന്നാലും മറ്റ് കാര്യത്തിനും അത് ബാധിക്കത്തില്ല. അപ്പം ഹൈക്കോടതിയെ മാത്രം തൊട്ട് കളിക്കാൻ ഒക്കത്തില്ല. പക്ഷെ എക്സിക്യൂട്ടീവിനെയും ലെജിസ്ലേച്ചറെയും പ്രസിഡന്റിന് തളർത്താൻ സാധിക്കും. അപ്പൊ ഇത് എപ്പോഴാണ് റിവോക്ക് ചെയ്യുന്നത്? പ്രസിഡന്റിന് എപ്പം വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. ഇതിന്റെ ലോജിക് ഇത്രയേ ഉള്ളൂ. ഈ എമർജൻസി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് കുറച്ച് എതിരാന്ന് ആലോചിക്കുകയെ. ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയ ഒരു സംസ്ഥാനത്തിലെ നിയമസഭയെ മാറ്റാനുള്ള പവർ, സസ്പെൻഡ് ചെയ്യാനുള്ള പവർ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എമർജൻസികൾ ഇമ്പോസ് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അത് റിവോക്ക് ചെയ്യാൻ, അതെടുത്ത് കളയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് റിവോക്ക് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ഇട്ട പോലെ ഈ എമർജൻസി ഓഫ് ആക്കാം, റിവോക്ക് ചെയ്യാം. പാർലമെന്റിന്റെ അപ്രൂവൽ പോലും വേണ്ട. പക്ഷെ കണ്ടിന്യൂഷൻ നടത്തണമെങ്കിലോ പാർലമെന്റ് 6 മാസം കൂടുമ്പോൾ സിമ്പിൾ മെജോറിറ്റി ഇങ്ങനെ വോട്ട് ചെയ്ത് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ അത്രേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഹി ക്യാൻ റിവോക്ക് ദ എമർജൻസി, ദാറ്റ് ടു ഓൺ ഹിസ് ഓൺ ഡിസ്ക്രിപ്ഷൻ അണ്ടർ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. അല്ലാതെ പാർലമെന്റിനെ മുമ്പിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്ത് അത്ര സമയം എടുക്കേണ്ട കാര്യമില്ല. ഏത് എമർജൻസി ആണെങ്കിലും റിവോക്ക് ചെയ്യാൻ എളുപ്പമാണ്, ഇമ്പോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആലോചിച്ചിരുന്നതാണ്. ഓക്കെ, ഇനി സംസ്ഥാന നിയമസഭയിൽ എന്തൊക്കെയായിരിക്കും എഫക്ട് നമുക്ക് നോക്കുക. ഇവിടെ നിന്നാണ് നമുക്ക് UPSCയിലും PSCയിലും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പ്രസിഡന്റിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസ്മിസ് ചെയ്യാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. ഈ ഡിസ്മിസിലും സസ്പെൻഷൻ തമ്മിൽ വ്യത്യാസം എന്താ? ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിരിച്ചു വിട്ടു, ഇനി ഒരു തിരിച്ചെടുപ്പില്ല. സസ്പെൻഡ് മീൻസ് താൽക്കാലികമായി ഒന്ന് പിരിച്ചുവിട്ടേക്കുന്നതാണ്, പിന്നെ അവരെ തിരിച്ചെടുക്കാം. അതാണ് സസ്പെൻഷൻ ഡിസ്മിസ് തമ്മിൽ വ്യത്യാസം. പ്രസിഡന്റിന് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസ്മിസ് ചെയ്യാം, സസ്പെൻഡ് ചെയ്യാം. ആ ഗവർണറിന്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭരണം മുഴുവൻ ഗവർണറിന് ചീഫ് സെക്രട്ടറി മുഖാന്തരം, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ സഹായത്തോടു കൂടി ഭരിക്കാനുള്ള അവസരം കൊടുക്കാം. There will also be an advisor appointed by the president. UPSC 2018 ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു സ്ഥലത്ത് പ്രസിഡന്റ് ഭരണം ഇമ്പോസ് ചെയ്യുമ്പോൾ ഗവർണർ ഓൺ ബിഹാഫ് ഓഫ് സെന്റർ ക്യാരി അഡ്മിനിസ്ട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചീഫ് സെക്രട്ടറി ആൻഡ് അഡ്വൈസർ അപ്പോയിന്റ് ബൈ ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ ഉപദേശകന്റെ സഹായത്തോടു കൂടി, ചീഫ് സെക്രട്ടറിയുടെ സഹായത്തോടു കൂടി ഗവർണറിന് സംസ്ഥാനം ഭരിക്കാം.
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഇടയ്ക്ക് വെച്ച് കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിൽ ഒരു ക്ലാഷ് വന്നപ്പോൾ ഗവർണർ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് വരട്ടിയായിരുന്നു. അതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാ, ഗവർണർ റിപ്പോർട്ട് അയച്ചാൽ മതി, വേണമെങ്കിൽ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭരണം ഇമ്പോസ് ചെയ്യാം. 2 മാസം വരെ പാർലമെന്റിന്റെ അപ്രൂവൽ ഉണ്ട്. 2 മാസം കൊണ്ട് എന്ത് കാട്ടിക്കൂട്ടാ, മനസ്സിലായില്ല? അതാണ് ഇന്ത്യയിലെ ഒരു അവസ്ഥ. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നും അതാണ്. 2 മാസം കഴിഞ്ഞാൽ ഒരുപക്ഷെ പാർലമെന്റ് അപ്രൂവ് ചെയ്യില്ല, 2 മാസം അത് നിലനിൽക്കും. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ സസ്പെൻഡ് ചെയ്യാൻ, ഡിസോൾവ് ചെയ്യാം. റിമൂവൽ ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇവിടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ പ്രസിഡന്റ് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. പക്ഷേ നമുക്ക് UPSC 2017 വന്നൊരു ചോദ്യമുണ്ട്. ഒരു സ്ഥലത്ത് പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓട്ടോമാറ്റിക്കായി ഡിസോൾവ് ആകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ആക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ പിന്നീട് SR ബൊമ്മായി കേസ് വന്നു. ബൊമ്മായി കേസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പാർലമെന്റ് അപ്രൂവൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ താഴെ പറഞ്ഞുതരാം, അത് തൽക്കാലം വിട്ടിരിക്കട്ടെ. ബൊമ്മായി കേസ് വന്നതിന് ശേഷം പാർലമെന്ററി അപ്രൂവൽ കിട്ടിയ ശേഷം മാത്രമേ ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. UPSCയിൽ ചോദിച്ചൊരു കണ്ണിങ് ക്വസ്റ്റ്യൻ അതായിരുന്നു. കുറച്ച് ആഴത്തിലിറങ്ങി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് ഞാൻ താഴെ പറഞ്ഞുതരാം. ഇവിടെ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. പണ്ടൊക്കെ ഒരു സംസ്ഥാനം നമ്മൾ നേരത്തെ കണ്ടു, മൊറാർജി ദേശായി 1977 അധികാരത്തിലേറ്റപ്പോൾ 9 സംസ്ഥാനങ്ങളിലാണ് ഒരു കാര്യമില്ലാതെ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്തത്. 1980 ഇന്ദിരാഗാന്ധി അധികാരത്തിലേറിയപ്പോൾ ഇതേ പണി ചെയ്തു. പക്ഷെ അന്ന് കോടതി ഒന്നും ഇതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെട്ടില്ല. ബിക്കോസ് പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അത് അൾട്ടിമേറ്റ് ആണെന്നൊരു സങ്കല്പമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിന് അണ്ടറിൽ ഈ പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അൾട്ടിമേറ്റ് ഒന്നുമല്ല, അത് ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണെന്നുള്ളൊരു സങ്കല്പം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ പോലെ പ്രസിഡന്റിന് ഇപ്പം ചാടിക്കേറി പ്രസിഡന്റ് റൂൾ ഒന്നും ഇമ്പോസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് ലോജിക്കലായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സുപ്രീം കോടതിനെ വെട്ടിക്കളയും. ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ടതാണ്, ഉത്തരാഖണ്ഡിലെ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ ഇടയ്ക്ക് അതൊരു കോൺടെക്സ്റ്റ് വന്നിരുന്നു. അപ്പൊ അതാണ് അവിടുത്തെ കേസ്. പക്ഷെ മണിപ്പൂരിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് കോടതി അതിനകത്ത് ഇടപെടാതിരുന്നത്, അല്ലെ? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റാങ്ക് മേക്കിംഗ് പോയിന്റ്. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ കേസ് സ്റ്റഡീസിൽ കൂടെ പഠിക്കാം. പുതിയ പാറ്റേണിൽ PSC നമ്മൾ അങ്ങനെ വേണം പഠിക്കാം. SR ബൊമ്മായി കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 356 പ്രകാരം പ്രസിഡന്റ് റൂൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി അത് പരിശോധിക്കും. 44ാം അമെന്റ്മെന്റ് ആക്ടിൽ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോടതി അത് പരിശോധിക്കും. ഇല്ലോജിക്കൽ ആണെങ്കിൽ വെട്ടിക്കളയും. അതുപോലെ തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന നിയമസഭയെ പ്രസിഡന്റ് അങ്ങനെ ചുമ്മാ കയറി ഡിസോൾവ് ചെയ്യാനൊന്നും ഒക്കത്തില്ല. പകരം പാർലമെന്റിന്റെ അപ്രൂവൽ, ഈ പ്രസിഡന്റ് ഇമ്പോസ് ചെയ്ത എമർജൻസിയെ പാർലമെന്റ് അപ്രൂവ് ചെയ്യണമെങ്കിൽ 2 മാസത്തിനകം പാർലമെന്റ് അപ്രൂവൽ കിട്ടിയതിനു ശേഷം മാത്രമേ അസംബ്ലിയെ ഡിസോൾവ് ചെയ്യാൻ, അതായത് അസംബ്ലി അതോടുകൂടി നശിച്ചു പോയി, ഡിസോൾവ് ആയി പോയി, പിന്നെ പുതിയ അസംബ്ലി വരണം, അതാണ് പുതിയ ഗവൺമെന്റ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ മാത്രമേ അസംബ്ലി ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം, എന്താണ് സസ്പെൻഡ് അനിമേഷൻ? നിങ്ങൾ പത്രം കണ്ടാൽ അറിയാം, ദി സ്റ്റേറ്റ് അസംബ്ലി ഓഫ് മണിപ്പൂർ ഹാസ് ബീൻ പുട്ട് അണ്ടർ സസ്പെൻഡഡ് അനിമേഷൻ. ചത്തതിനൊക്കെമേ ജീവിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക് മണിപ്പൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയെ നമ്മൾ സസ്പെൻഡഡ് അനിമേഷനാണ് ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം വേണമെങ്കിൽ, ഇപ്പൊ നിലവിൽ അവർക്ക് പവർ ഒന്നുമില്ല, പവർ ഇല്ല, അതോറിറ്റിയിലോ ഒന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ അവരെ റിവൈവ് ചെയ്ത് കൊണ്ടുവരാം, പവർ തിരിച്ചു കൊടുക്കാം. അതിന്റെ സാധ്യതകളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പുതിയൊരു ചീഫ് മിനിസ്റ്ററെ ബൈരൻ സിംഗ് പുറത്തുപോയി, പുതിയ ചീഫ് മിനിസ്റ്ററെ കണ്ടെത്താൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിന് വർക്കബിൾ ആവുന്നുണ്ടെങ്കിൽ ഇവരെ തിരിച്ചുകൊണ്ടുവരും. അല്ലെന്നുണ്ടെങ്കിൽ പുതിയ മന്ത്രിസഭ അവിടെ തിരഞ്ഞെടുക്കും. ഇപ്പൊ നിലവിൽ അവർ സസ്പെൻഡഡ് അനിമേഷനിലാണ്. ഒന്നെങ്കിൽ അവരെ റിവൈവ് ചെയ്യപ്പെടാം, അതല്ലെങ്കിൽ അവരെ ഡിസോൾവ് ചെയ്തിട്ട് പുതിയ മന്ത്രിസഭ അവിടെ വന്നിരിക്കും. പുതിയ ഇലക്ഷൻസിന്റെ ഒക്കെ കോണ്ടെക്സ്റ്റാണ് അവിടെ വരുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളിത് പറയാനുള്ളത്. നിങ്ങൾക്കുള്ളൊരു ഹോംവർക്ക് ഉണ്ട്. എന്താ ഹോംവർക്ക്? എമർജൻസി പ്രൊവിഷൻസ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ പ്രൊവിഷൻ അത് ഏത് രാജ്യത്ത് നിന്നും കടം കൊണ്ടതാണെന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ പറയാം. ഇഗെയിൻ ഞങ്ങളുടെ ക്ലാസ്സസ് ഒക്കെ ഈ ഒരു ആഴത്തിലുള്ള ക്ലാസ്സുകളാണ്. ബിക്കോസ് നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് വേണ്ടുന്ന പോയിന്റുകളെല്ലാം ക്ലാസ്സിൽ നിന്നും ക്ലാസ് നോട്ടിൽ നിന്ന് കിട്ടണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇത്തരം ആഴത്തിലുള്ള ക്ലാസ്സുകൾ ഒരു അഫോർഡബിൾ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ സബ് ഇൻസ്പെക്ടർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചുകളിലേക്ക് വരാം. ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ക്ലാസ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. എല്ലാം അഫോർഡബിൾ ഫീസിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കോഴ്സിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും.
അപ്പോൾ ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. അപ്പോൾ കമന്റ് ചെയ്യൂ കേട്ടോ, എമർജൻസി പ്രൊവിഷൻ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ കടക്കുന്നത്? കമന്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.